പോകാൻ പറ്റും. അപ്പം ഇടിയപ്പത്തിന് വെള്ളം ഇതായി നിർത്തി വെച്ചിട്ടില്ല. അത്രയും ഗ്യാസ് പോകും. കാരണം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണോ എന്തോ. എനിക്ക് ഇടിയപ്പം പീച്ചി അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം. എനിക്കറിയത്തില്ല, ഞാൻ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കുഴച്ചൊക്കെ റെഡിയാണോ എന്തോ. അതിൻ്റെ ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം. എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഇടിയപ്പം വെച്ചിന്. ലാസ്റ്റ് ഒരു മണി മാവ് അധികം വരത്തില്ലേ, അത് കുഴക്കട്ട പോലെ ആക്കും വീട്ടിൽ. കുറച്ച് അത് കൊള്ളുമെന്ന് തോന്നുന്നു. പട്ടി പോകുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ കാടമുട്ടയുണ്ട്, അവിടെ കാടക്കോഴിയുണ്ട്. അപ്പം ഞങ്ങളുടെ 10 കാടമുട്ടയും കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അതും കറി വെക്കാം. കറിയും റോസ്റ്റ് എന്തെങ്കിലും ചെയ്യാം. ഇത് അടുപ്പത്താക്കിയിട്ട് വേണം പോയി മുറ്റം ചുറ്റണം. നമ്മുടെ കുഞ്ഞാണെങ്കിൽ ഇന്ന് ഇതാ ടാസ്ക്. അമ്മ പറഞ്ഞു പിരി വെട്ടല്ലേ എന്ന് പറഞ്ഞു. കുഞ്ഞാണെങ്കിൽ ഇന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു രാവിലെ. എന്നിട്ട് ഒരു 6:30 വരെ അല്ല ഒരു 6:15 കഴിഞ്ഞപ്പോൾ തൊട്ട് കീറ്റിൽ തുടങ്ങി. പിന്നെ ഞാൻ ഉറക്കി. എന്നിട്ട് ഞാനും കുറച്ച് നേരം കിടക്കാമെന്നാണ് വിചാരിച്ച്. നടക്കുന്നൊരു ടാസ്കാണല്ലോ. അടച്ച് ഇനി ഞാൻ പീച്ചാൻ പോവാം. താഴേന്നൊക്കെ വെള്ളം കൂടിയോ? താഴെ നിറയെ ഇത് വെള്ളം പോലെ വരുന്നു. അല്ലല്ല, കറക്റ്റായിട്ട് വരുന്നുണ്ടേ. പീച്ചട്ടെ. കലക്കിയത് ശരിയായില്ല. ഞാൻ ഒന്നാമത് കലക്കിയിട്ടല്ല. ഉപ്പായി. ഞാൻ കുഴക്കട്ടയാക്കാന്ന് വെച്ചു. എനിക്കില്ല. പക്ഷേ മാവൊക്കെ ഞാൻ കറക്റ്റ് എനിക്ക് അറിയത്തില്ല ഇനി എങ്ങനെയാണ്. ഇങ്ങനെ എന്നിട്ട് ഇപ്പോൾ ബാബയോട് ചോദിച്ചിട്ട് അടുത്ത വിട്ട ഇടിയപ്പം ഉണ്ടാകും. അത്രയും പാത്രം വെറുതെ കഴുകണമല്ലോ. കുഴക്കട്ടയാകുമ്പോൾ എളുപ്പം. അതാകുമ്പോൾ കറിയും വെക്കണ്ട. എങ്കിലും എനിക്കൊരു വിഷമമുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടത് ഫ്ലോപ്പായി പോയല്ലോ എന്നുള്ളത്. സാരമില്ല. ഒരു കുഴക്കട്ട 2-3 കുഴക്കട്ട മതി. പിന്നെ തുണി കഴുകിയിടണം. തുണി കഴുകാതെ പോകാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോഴത്തേക്കും ഒരുപാട് തുണിയാകും. തുണി കഴുകലാണ് മെയിൻ വിഷയം. ബാക്കിയെല്ലാം ഓക്കെയാണ്. രാവിലെ കുഞ്ഞോട് എഴുന്നേൽക്കുന്നതിന് മുന്നേ എഴുന്നേറ്റാൽ എല്ലാം റെഡിയാവും. പിന്നെ ഞാൻ റൈസ് കുക്കർ വാങ്ങിച്ചു. എനിക്ക് അമ്മ വാങ്ങിച്ചുകൊണ്ട് തന്നു. ചാക്സലിൻ്റെ മറ്റേ സ്റ്റീലിൻ്റെ. പക്ഷേ റൈസ് കുക്കർ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. റൈസ് കുക്കറിൽ വെക്കാമെന്ന് നോക്കാം. ഗ്യാസിൽ അരി തിളപ്പിച്ചിട്ട് അതിൽ വെക്കുന്നത്. പിന്നെയും അമ്മ പറഞ്ഞ അവൾ വഴക്കൊക്കെ ഉള്ള ദിവസം റൈസ് കുക്കറിൽ വെച്ചാൽ മതി. ഇല്ലേ വിറകില്ല എന്നങ്ങ് വെക്കാൻ. രാവിലെ എഴുന്നേറ്റ്
ഇപ്പം പുതിയ അരി വാങ്ങിച്ചു. അതിൻ്റെ വേവ് എനിക്ക് അറിയത്തില്ല, ഇട്ട് നോക്കിയില്ല. ആദ്യം 5 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ കിടന്നാലും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ വേവും. വലിയ തീയും ഒന്നും വേണ്ട. ഇപ്പം അഥവാ തീയിടാൻ വിട്ടുപോയാലും അളിഞ്ഞൊന്നും പോത്തില്ലായിരുന്നു. പക്ഷെ ആദ്യം ഞാൻ പറഞ്ഞ ചോറ് അരി കൊള്ളത്തില്ലെന്നും പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അരി നല്ലതാട്ടോ. മഴ വരുന്നെന്ന് തോന്നുന്നു. ഇവിടെ മുറ്റം ആകെ ആ കരിയില കിടക്കുന്ന മാവിൻ്റെ ഭാഗത്തേ ഉള്ളൂ. അവിടെ ഒന്ന് തൂത്താൽ മതി. 6 കുഴക്കട്ടയ്ക്കുണ്ട്. 6 കുഴക്കട്ടയ്ക്ക്. ഒന്നിന് തേങ്ങ കുറവാണ്. തേങ്ങ ഞാൻ തിരുമത്തില്ല കേട്ടോ. തേങ്ങ പൂളിയിട്ട് മിക്സി വെച്ച് അടിക്കും. കാരണം എനിക്ക് മടി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുഴക്കട്ട. നമുക്ക് ഇതിൽ ഉരുട്ടിയേക്കാം. എന്തിനാ വെറുതെ അത്രയും തേങ്ങ കളയുന്നത്? പക്ഷെ എനിക്ക് ഇടിയപ്പം ഫ്ലോപ്പായി വിഷമമുണ്ട്. എൻ്റെ തറയിലെല്ലാം നല്ല മഴ. മിറ്റം തൂക്കാന്ന് വിചാരിച്ചാൽ എൻ്റെ തറയിലെല്ലാം ഇടിയപ്പത്തിൻ്റെതായി. മഴയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അല്ല, ഞാൻ എടുത്തിട്ട് വരാം. നിങ്ങൾ അതിൻ്റെ കൂടെ അവിടെ ഇരിക്കുക. എല്ലാം ചൂടാണല്ലോ. എനിക്ക് ഈ കരിക്കലം കൂടെ കഴുകണം. എൻ്റെ തേയിലവെള്ളം അവിടെ നിന്ന് മാറി. അതവിടെ നിന്ന് വേവട്ടെ. മഴ പെയ്യാൻ തുടങ്ങി. ഇവിടെ നല്ല മുറ്റമുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുറ്റം തൂക്കുമായിരുന്നു. പിന്നെ ഈ പൊറോശം അങ്ങനെ തൂക്കാറില്ല. ആഴ്ചയിൽ അങ്ങനെ തൂക്കത്തേ ഉള്ളൂ. ഇവിടെ മണി പോച്ച കയറി കിടക്കുന്നത്. അത് ഉള്ളി പറിച്ചാൽ പോവാത്ത പോച്ചയാണ്. അതിപ്പോൾ അമ്മ വരുമ്പോഴാണ് തൂക്കുന്നത്. അങ്ങനെ കരിയില വീഴത്തില്ല ഇവിടെ. സമയം 11:01. വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കട്ടോ. ഒരുങ്ങൊന്നുമില്ല. വീട്ടിലിടുന്നൊരു ഉടുപ്പ് തന്നെ ഇട്ടത്. കാരണം ഈ ഉടുപ്പ് എനിക്ക് വീട്ടിൽ കൊണ്ടിട്ടിട്ട് വേണം വേറെ ഒരു ഉടുപ്പ് എഴുതിട്ട് വരാൻ. ഈ ഉടുപ്പിൻ്റെ സൈഡിൽ കയറി. പിന്നെ കുഞ്ഞിനെ കുളിപ്പിച്ച് ഉറക്കി. കുഞ്ഞിന് പനിയായിരുന്നു 2-3 ദിവസം കൊണ്ട്, വയറിൻ്റെ പനി. അപ്പോൾ ഈ പാരസെറ്റമോൾ കൊടുത്താലും ടെമ്പറേച്ചർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ, അതാ മെയിനായിട്ടും വീഡിയോ ഒന്നും ഇടാഞ്ഞത്. പിന്നെ ഞാൻ വീഡിയോ ഇടാഞ്ഞ് ഒന്ന് നെറ്റിൻ്റെ വൈഫൈ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ജോലിയൊക്കെ ആയിട്ട് ഒറ്റയ്ക്കായതുകൊണ്ട് എങ്ങനെയാലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ കിടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കുളിച്ച സുഖത്തിനാണെന്ന് കുഞ്ഞങ്ങ് ഉറങ്ങി. 3 ദിവസമായില്ലേ കുളിച്ചിട്ട്. അവളാണെങ്കിൽ ഇങ്ങനെ തുടച്ചെടുക്കും. എത്ര തുടച്ചെടുത്താലും കുളിക്കുന്ന സുഖം അവർക്ക് കിട്ടത്തില്ലല്ലോ. വാക്സിൻ്റെ ഡേറ്റ് ഇന്നായിരുന്നു. ഈ പനി വന്നുകൊണ്ട് ഇപ്പം വാക്സിൻ എടുക്കുന്നില്ല എന്ന് വെച്ചു. പനി മാറി എങ്കിലും ഒരു പനി വന്നതല്ലേ ഉള്ളൂ. ഉടനെ അടുത്ത ഇഞ്ചക്ഷനുകൾ എടുക്കുമ്പോൾ എന്തായാലും പനി വരത്തില്ലേ. അതുകൊണ്ട് അടുത്ത ആഴ്ച എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. എന്നിട്ട് ഞാൻ രാവിലെ കുഴക്കട്ട ഉണ്ടാക്കി. പിന്നെ കാടമുട്ട അപ്പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് പുഴുങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് തുണി കഴുകാൻ ഇന്നലത്തെ തുണിയെല്ലാം കൊണ്ട് കഴുകി. പിന്നെ ഇന്ന് വാവ കിടന്ന ഡ്രൈ ഷീറ്റിൽ ഇന്നലെ രാത്രി കിടന്ന ഡ്രൈ ഷീറ്റും കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന ഡ്രൈ ഷീറ്റും കഴുകിയിട്ട് പിന്നെ വാവയുടെ അല്ലാത്ത ടവലും എല്ലാം രണ്ടാമത് പോയി കഴുകി. പിന്നെ ഞാൻ ഇട്ടിരുന്ന തുണിയും കഴുകി കുളിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. തല കഴുകിയില്ല കേട്ടോ. സത്യം പറഞ്ഞ് എനിക്ക് തലയൊന്ന് തേച്ച് കഴുകി ഒന്ന് വൃത്തിക്ക് കുളിക്കണമെന്നുണ്ട്. പക്ഷേ ആരെങ്കിലും ഉണ്ടെങ്കിലേ പറ്റൂ. അമ്മയോ അങ്ങനെ. ഇന്നലെ അമ്മയുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ച് ഇന്നലെ അങ്ങ് കഴുകി കുളിക്കാമെന്ന്. പക്ഷേ ഇന്നലെ അമ്മയുള്ള സമയത്ത് ഞാൻ പെരയ്ക്കകം എല്ലാം തുടയ്ക്കുമായിരുന്നു. അപ്പം തല കഴുകാൻ പറ്റിയില്ല. പിന്നെ രാത്രി ഞാൻ കഴുകിയില്ല. കാരണം പനി എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുള്ളതുകൊണ്ട് രാത്രി തല കഴുകിയില്ല. അപ്പോൾ തലയൊന്ന് തേച്ച് വേണം. ഞാൻ അതുകൊണ്ട് എണ്ണയൊക്കെ നല്ല വാരി പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മുടി കൊഴിച്ചിലേ ഇല്ലായിരുന്നു. ഒരു 7 മാസം തൊട്ടോ 5 മാസം തൊട്ടോ അങ്ങാണ്ട് എൻ്റെ മുടി കൊഴിയുന്നേ ഇല്ലായിരുന്നു. എങ്ങാനും 1-2 മുടി കൊഴിയും ചീപ്പുമ്പോൾ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഒരു 10 മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് കൊഴിയുമോയെന്ന് എനിക്കറിയത്തില്ല. ഇതേ പോക്ക് പോകാമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ
എനിക്കൊന്നും ഞാനിപ്പോൾ അയൺ കഴിക്കാത്തതുകൊണ്ടാണോ എന്നും അറിയത്തില്ല. പിന്നെ സിറ്റ് ഔട്ട് തൂത്തിട്ട് പെരയ്ക്കകം തൂക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എൻ്റെ നടുവിൻ്റെ കണ്ണി ഇളകും. അതുകൊണ്ട് പാത്രം എല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തിരിച്ച് വരുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി വേറെ ബെഡ്ഷീറ്റ് ഇട്ട്. ഇപ്പോൾ കുഞ്ഞാവയുള്ളതുകൊണ്ട് ഒരു ബെഡ്ഷീറ്റ് എങ്ങനെ പോയാലും ഒരാഴ്ച പോലും അങ്ങനെ ഇടത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ കട്ടിലയിലൊക്കെ കിടക്കുന്നതല്ല. ഇപ്പം പനി വന്നതിന് ശേഷം 3 ദിവസം കൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത്. മറ്റേ വാങ്ങിച്ച തൊട്ടിൽ 2-3 ദിവസമേ കിടന്നിട്ടുള്ളൂ. അതിലാകുമ്പോൾ കൊതുകുത്തിലൂടെ ഭയങ്കര കൊതുശല്യം. നമ്മൾ എന്ത് ചെയ്താലും കൊതുകുണ്ട്, അതാണ് വിഷയം. ഇനി വീട്ടിൽ ചെന്നിട്ട് വരുമ്പോൾ കുഞ്ഞാവെ ആദ്യം നമ്മളൊരു പൊതിഞ്ഞ് വെക്കുന്ന സാധനത്തിൽ കിടത്തത്തില്ലായിരുന്നോ, കൊട്ട പോലത്തെ, അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ അകത്ത് വെക്കണം. കാരണം അതിൻ്റെ അകത്ത് കട്ടിയില്ല കുഞ്ഞാവയ്ക്ക് കിടക്കാനും വേണ്ടിയുള്ള. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ചേട്ടായിയെ വിളിക്കണം, പോകണം. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു വീട്ടിൽ താമസിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേ, പണ്ടാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും കുഴപ്പമില്ല. ആകെ നമ്മുടെ ആ തുണി കഴുകൽ പരിപാടികൾ മാത്രമേ ഉള്ളൂ മനസ്സിൽ, അല്ലാതെ ഇട്ടെറിഞ്ഞ് പോവാം. ഇപ്പം അങ്ങനെയല്ല. നമ്മൾ A to Z കാര്യം അടുക്കി പറക്കി ഒതുക്കി വെച്ചിട്ട് വേണം ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ. ഇത് കണ്ടോ, ആ ബോക്സ്, അത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അതെനിക്ക് ഭയങ്കര ഉപകാരമാണ്. കുഞ്ഞാവയുടെ മരുന്നാണേലും എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് 455 രൂപയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒരു വീടോടെ കയറി വന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോഴേ അവൾക്ക് ഉറക്കം വന്നു. കാരണം ഉറങ്ങിക്കൊണ്ടിരിക്കുമല്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് തൊട്ടിലേ കിടപ്പുണ്ട്. ഞാൻ വന്ന് അമ്മ ഇവിടില്ല. ഞാൻ ചോറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും കഴിച്ചു. അമ്മ പറഞ്ഞു അമ്മ വന്നിട്ട് എന്തെങ്കിലും കറിയൊക്കെ വെക്കാമെന്ന്. പക്ഷേ എനിക്ക് ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഏറ്റവും ഇഷ്ടം. നമ്മുടെ മെത്ത എടുത്ത് തിരിച്ചിട്ട് കേട്ടോ. ഇപ്പം തിരിച്ചിട്ട് ഇത്രയും നാൾ നമ്മൾ കട്ടിയുള്ള ഭാഗത്തായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് നല്ലതായിരുന്നു കിടക്കാനേ. അപ്പം മെത്ത തിരിച്ചിട്ടപ്പോൾ ശരിക്കും തിരിച്ചായിരുന്നു ഇടേണ്ടത്. അടിവശം സോഫ്റ്റായിട്ടുള്ള വശം അടിയിലും പോയി, മറ്റേത് മേളിലും വന്നു. ഇപ്പം നല്ല സുഖമുണ്ട് കിടക്കാൻ. അപ്പം ഞാനൊന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുന്നു. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാമേ. ചാച്ചൻ നമ്മൾക്ക് പരിപ്പൂടെ വാങ്ങിക്കാൻ പോവാ. അമ്മ വേണ്ട പെണ്ണിനെ ഉറക്കുക. കൈതച്ചക്ക നമ്മുടെ കട്ടിൽ തിരിച്ചിട്ടപ്പോൾ സൂപ്പറായി. നോക്കട്ടെ, ഉറങ്ങുവാന്നോ? ഞാനേ നമ്മുടെ ആമ്പല് വിരിഞ്ഞേക്കുന്നത് എനിക്കിവിടെ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എപ്പോഴും ഉള്ള പോലൊക്കെ തന്നെ. നമ്മുടെ ഇതെപ്പോഴാടാ ഇത്രയും പൂ പിടിച്ചേ? ഇതാ കണ്ടോ. ഇതങ്ങ് വൃത്തികേടായി. ഈ കണ്ടത്തി കിടക്കുന്ന ഈ ചെടി. നമ്മുടെ ഇതെന്നാ പൂത്തേ? ഇലയല്ല, ഇതിങ്ങനെ കേട്ടോ. ഇതിപ്പോൾ ഒരു പൂ വരും, പിന്നെ പൂ വന്നിട്ടേ ഈ ഇല ഫുള്ള് ഇനി അങ്ങ് പോയിട്ട് നമ്മൾ വിചാരിക്കും ഇതിൻ്റെ അകത്തൊന്നുമില്ലെന്ന്. ഇപ്പം വെള്ളവും തെളിവെള്ളമായി. അല്ലയോമേ? മീനെ കാണുന്നില്ല അധികമായിട്ട്. മാക്രി പിടിച്ചോ? ഇനി മാക്രിയുടെ കശയത്. അച്ഛൻ മുടിയുള്ളവരെ കളിയൊക്കെ അച്ഛൻ പോവാ അച്ഛൻ്റെ പാട്ടിന്. അമ്മേ നമ്മുടെ മറ്റേ ഇത് കണ്ടുപിടിക്കണമല്ലോ അമ്മേ, ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ആ ചെങ്കല്ല് കളറ്. അത് എവിടെ? അത് പിന്നെ പൂത്തിട്ടില്ല ഇതുവരെ. അതിനകത്താ. പക്ഷെ അത് ഏത് റോസ പൂത്ത? നമ്മുടെ റോസ പൂത്ത ഞാനിപ്പോഴാണ് കാണുന്നത്. നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് ഇങ്ങനെ റോസ പൂക്കുന്നത്. ഈ വാങ്ങിച്ച റോസ. മറ്റേ മൂടും തീമേ പോയോ? അയ്യോടാ. ഇതാ മീമോക്ക് തലേ വെക്കാനാ. ഇനി എന്നാന്നോ അങ്കമാടി പോകുമ്പോഴത്തേക്ക് ഇവനൊക്കെ പോവും. പെണ്ണ് കുറച്ച് കഴിയുമ്പോൾ വന്ന് എല്ലാം വലിച്ചു പറിക്കാൻ തുടങ്ങും. നല്ല രസമുണ്ടല്ലേ. ഞാനും അമ്മയും കൂടെ നട്ട 10 മണിയാണ് ഞങ്ങൾ. ആ സമയത്ത് മഴ വന്ന് എല്ലാം നശിച്ച്. ഇല്ലായിരുന്നേ സൂപ്പറായിട്ട് നിന്നേ 10 മണി. ഇവിടെ എല്ലാം 10 മണിയായിരുന്നു. നമ്മുടെ പേരയ്ക്ക് എന്തോ ആയി? പേരയ്ക്ക് എന്തോ അമ്മേ? പേരയ്ക്ക നീ പട്ടി കയറത്തില്ലല്ലോ.
പേരയ്ക്ക ആയില്ലല്ലോ, വിളഞ്ഞില്ലല്ലോ. റംബൂട്ടാൻ അങ്ങ് ഇങ്ങൊക്കെ പഴുത്തു. ഒരു ട്രിപ്പ് എനിക്ക് അമ്മയൊക്കെ കൊണ്ടു തന്നു. നമ്മുടെ ചക്ക എന്തോ അമ്മേ അച്ഛൻ തറയെ വെച്ചേ, അതിനാ നീ ഇതൊക്കെ ഇട്ട് മറച്ചു വെച്ചേക്കുന്നേ. മുടി നോക്ക്, അച്ഛൻ അതാ പറഞ്ഞേ. നമ്മുടെ ചക്ക ഇത്രയായി, അച്ഛൻ മറച്ചു വെച്ചേക്കുക. ഇങ്ങനെ മറച്ചു വെക്കാമോ അമ്മേ? ഇത് കണ്ടോ കൂവ, എന്തിനാണെന്നറിയാമോ? പെണ്ണ് കുറുക്ക് കുടിക്കുന്ന സമയത്ത് കുറുക്ക് കുടിക്കാനും വേണ്ടി വല്ലിച്ചാച്ചൻ നട്ടതാ. കാന്താരി പുറ്റ് പോലെ. എനിക്കെന്തിനാ? എനിക്ക് ഉണ്ടമുളക് ഇഷ്ടമേ അല്ല മീൻകറിയിലിടുന്നത്. എന്നാൽ കാന്താരി പറിച്ചുകൊണ്ടു തോരനും ഒക്കെ ചതയ്ക്കാം. ഈ കാന്താരി പറിച്ച് വെള്ളക്കാന്താരി പറിച്ചാൽ മതി. വെള്ളക്കാന്താരി നീ നോക്ക്. ഓ പൂവച്ചാരി മണ്ടയിലേ ഇരിക്കത്തുള്ളൂ. എടുക്കാം, അയാൾ കമ്പിയുടെ മണ്ടയിലേ കയറും. ഇപ്പഴാ കോഴികൾ കോഴിയായതല്ലേ വെച്ചാ. വഴക്കാളി വന്നു, വഴക്കാളി പോതാ. തുപ്പരി മേടിക്കുന്നതാണ് നാക്കിൽ തട്ടുന്നുണ്ടോ? തുപ്പരി പതപ്പിക്കുന്ന